ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ 12 ഡേയ്സ് റോഡ് ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് കന്യാകുമാരി വഴി വരുമ്പോൾ അവിടെ പത്മനാഭപുരം പാലസ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളാണ് നിങ്ങളായിട്ട് ഈ വീഡിയോ കൂടി ഞാൻ ഷെയർ ചെയ്യണത്. ഒരു 1.5 പാലസിനായിരുന്നു കേട്ടോ പത്മനാഭപുരം പാലസ്. അത്രയ്ക്കും കാണാണ്ട് അവിടെ. ഞാൻ 2 പാർട്ടായിട്ടാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണത്. ഇത് പാർട്ട് 1 ആണ്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പാർട്ട് 2 നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇതന്നെയാണോ വഴി ശരിക്കും? ഇതാണ്ടോ കൊട്ടാരത്തിന് എൻട്രൻസ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യാൻ പോവാണ്. നല്ല ടൈറ്റ് റോഡ്. ഞാൻ പാലസിലേക്ക് വഴി പറഞ്ഞപ്പോൾ വലിയ പാലസ് ആകണ്ടേ, വലിയ ഏരിയ എന്ന് ചോദിച്ചു. ഇവിടെ പാർക്ക് ചെയ്യാം. വ്ളോഗിങ്ങിന്റെ സൗണ്ട് മാറിയാട്ടോ, പുള്ളി വണ്ടി തിരിക്കാനായിട്ട് പോയേക്കാം. ചേട്ടാ ഇത് തമിഴ്നാടിന്റെ ഇതിലാണ് അല്ല കേരളത്തിന്റെ? കേരളത്താണ്. ഈ കൊട്ടാരം മാത്രം. പഴയ പാലസ് കേട്ടോ, രാജാക്കന്മാരൊക്കെ ജീവിച്ച സ്ഥലം. ഓക്കേടാ. എന്തല്ലേ പാലസ്. പണ്ട് എങ്ങനെയായിരുന്നല്ലേ ഈ സ്ഥലമൊക്കെ ഉണ്ടായിണ്ടാവുക ഒരു കാലത്ത്. പാലസിന്റെ ബാക്കിൽ കുന്നുണ്ടോ? വിഘ്നേഷ് ബ്രോ, ഞാൻ എത്തിയിട്ടോ അവിടെ. ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല സ്ഥലത്ത് ഞാൻ എത്തി. ഇതാ ബാക്ക്ഗ്രൗണ്ടിൽ കുന്ന്. ഇതാ വേറെ ആരോ പറഞ്ഞിരുന്നു ഈ പാലസ് മിസ് ചെയ്തതെന്ന്. നമ്മളിവിടെ ടിക്കറ്റ് എടുത്തു കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കാനായിട്ട് ചെറിയ എത്ര ജെ ഫോട്ടോന് 10 രൂപയുള്ളൂ. വീഡിയോ എടുക്കാനായിട്ട് 150 രൂപ കേട്ടോ. സോറി 250 രൂപ. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുകയാണ്. നമുക്ക് എല്ലാം വീഡിയോ എടുക്കില്ല ധൈര്യമായിട്ട്. അപ്പോൾ 250 റുപ്പീസ്. ഇതും പാലസിൻ്റെ ഭാഗമാണ്. അടിപൊളിയാണ്. പഴയ കാലത്ത് ആ തൂണൊക്കെ ഉണ്ടല്ലേ, തൂണല്ല എന്തിനു പറയുക, സീലിങ്ങിൽ. ഇനി നമുക്ക് പാലസിലോട്ട് പോവാം. ഇത് ഭംഗി നോക്കി ഇവിടെ തന്നെ സൂപ്പറായിട്ട് കേട്ടാ. നമ്മൾ കയറി വരുന്ന എൻട്രൻസ് അതാണ് കേട്ടോ. ഇവിടെ കയറി കഴിഞ്ഞാലേ ഇതിൽ എത്ര പൂക്കൾ, എത്ര 100 പൂക്കളേട്ടാ അവിടെ? 100 പൂക്കളാ പറഞ്ഞ? 90 പൂക്കളും 90 ഡിസൈനാണ്. അതാണ് മാറ്റർ അല്ലേ? ശരിയാ. അത്രയുണ്ട് ചേച്ചിക്ക്. 90 ഫ്ലവേഴ്സും വേറെ വേറെ പാറ്റേണാണ് ചെയ്തിട്ടില്ല. നോക്കിയാ ഇതിനകത്ത് 90 പൂ ഉണ്ട്. അതിനകത്ത് ഓരോ പൂ റിസംബിൾ ഇല്ല കേട്ടോ. വേറെ 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 ചെറിയ വ്യത്യാസമെങ്കിലും ഉണ്ടാവും. എന്തൊക്കെ വെറൈറ്റി ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ എന്തല്ലേ. പിന്നെ അതുപോലെ അതൊരു കട്ടിലിട്ടാ. ഇത് ഗ്രാനൈറ്റിൽ ഉണ്ടാക്കിയൊരു കട്ടില്, സിംഗിൾ കട്ടില്. ചേരും വരാൻ തോന്നുന്നു. ചേരിൻ്റെ ഡിസൈൻ കണ്ട. അല്ല ഇത് ഈ ഗിഫ്റ്റ് കാർഡാണ് അതിൽ. നമ്മുടെ എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കേഷനൊക്കെ ഈ ഓണം ഗിഫ്റ്റ് കാർഡായിട്ട് രാജാവിനൊരു കൊടുക്കുന്നതാണ്. എല്ലാം പത്മനാഭസ്വാമി ഇത് ഇവരുടെ തന്നെയല്ലേ ഫോട്ടോ? അതെ അതെ, എല്ലാത്തിലും. ഓക്കെ, ഇനി ഇങ്ങനെ കയറണം നമ്മൾ. കയറുക ജേക്ക്, കയറ്. ജേക്കാണ് താരം. ഓക്കെ. അയ്യോ, ഇവിടെ കയറി വന്ന അത് ശരി. നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ. ഓരോ സ്ഥലത്തും ഓരോരുത്തർ ഇരിക്കുന്നുണ്ട്. ഓരോ ചേച്ചി ഇരിക്കുന്നത്. കറക്റ്റ് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ. അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. കറക്റ്റായിട്ട് മറ്റേ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വളരെ നല്ലൊരു കാര്യമാണ് അവർ അങ്ങനെ ഒരാളെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതെന്താ ശരിക്കും സെറ്റപ്പ്? ഒരു സ്ഥലം അല്ലേ? മന്ത്രശാല. താങ്ക് യു ചേച്ചിട്ടാ. അടിപൊളി. ഒരു സിംഗിൾ വീഡിയോ ചെയ്യാൻ കണ്ടിട്ടുണ്ട് ജെ. സിംഗിൾ വീഡിയോ ചെയ്യാൻ കണ്ട്. പത്മനാഭപുരം പാലസ് ഉണ്ട്. മന്ത്രിമാർ പിന്നെ നല്ല സ്ഥലേ. ചർച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നടന്നു വരിക എങ്ങനെ ആയിരിക്കും. രാജാവ് അങ്ങനെ തന്നെ എനിക്ക് നടന്നിട്ടുണ്ടാവുക. ഈ റൂട്ട് തന്നെ ഉള്ളൂ. അവിടെ നിന്നിട്ട് വരാൻ വരെ ചാടുള്ള വഴിയൊന്നുമില്ല. എന്തായാലും ഡോർ വഴി വരണം അല്ലേ? ഇത് അന്നദാനപ്പുര തോന്നുന്നു. എന്തായാലും കൊള്ളാം. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ തല. അപ്പം ആൾക്കാർ ആ കാലത്ത് ഇത്ര ആയിട്ട് എൻ്റെ ആയിട്ടുള്ളൂ. ശരിയാ ശരിയാ. യുവർ അണ്ടർ ക്യാമറ സർവൈലൻസ്. ഇതെന്താ ഇതിന്? ഊട്ടുപുര. യെസ്, ഊട്ടുപുര. ഇത് ഊട്ടുപുരയാണ് കേട്ടോ. കണ്ടില്ലേ? ഊട്ടുപുര. യെസ്, അന്നദാനപുര. അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇവിടെ ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും അല്ലേ? അല്ലെങ്കിൽ ഭക്ഷണം കഴിഞ്ഞ് മീറ്റിംഗ് കൂടിയിട്ടുണ്ടാവും. എങ്ങനെയായിരുന്നു? പിന്നെ ഓരോന്നും നല്ല വിൻഡോ ഉണ്ട്.
നല്ല രീതിയിൽ വെന്റിലേഷൻ ഉണ്ട്. ഒരു സൈഡ് ക്ലോസാ, ഒരു സൈഡിൽ ഫുൾ വെന്റിലേഷനൊക്കെ ആയിട്ട് കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. ഞാൻ ലാസ്റ്റായിട്ട് ഇങ്ങനെ കുറച്ച് വലിയൊരു സെറ്റപ്പിൽ പോയത് ഔറംഗാബാദിലെ എല്ലോറ കേവ്സാണ്. അതിനുശേഷം ഇപ്പോൾ ഇവിടെ വരുന്നത് ഇത് ഫുള്ള് വുഡിലാണ്, കംപ്ലീറ്റ് അല്ലേ ഏട്ടാ, എല്ലാം മരം അല്ലേ ഒരു ഇതെല്ലാം. ഓക്കെ ഗൈസ്, ഇത് ഊട്ടുപുര. നമ്മുടെ രാജേൻ്റെ റൂമൊക്കെ കാണപ്പെടുന്ന ഏട്ടൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം. ഊട്ടുപുര അടിപൊളി. എന്ത് ലെങ്ത്താന്ന് പറയാമോ, എൻ്റെ ദൈവം, നമുക്ക് അവിടെ വരെ ഉണ്ട് കേട്ടോ, അവിടുന്ന് ലാസ്റ്റ് വരെ ഉണ്ട് കേട്ടോ. ഫുള്ള് മരം കൊണ്ടുള്ള കളിയാണ്. എന്താ മരം എന്തേട്ടാ? ഞാൻ പാലക്കാട് കൃഷ്ണദാസ്. ഞാനിങ്ങനെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തിട്ടേ നെറ്റിലൊക്കെ ഇടും. ഓക്കെ ഏട്ടാ, താങ്ക് യു. എന്താ പേരുണ്ട്? രാജേന്ദ്രൻ. ഓക്കെ ഏട്ടാ, കാണാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഊട്ടുപുരയും കഴിഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ വന്നത് ആ വഴിയാണ് കേട്ടോ. അങ്ങനെ വന്നത് ഉള്ളിൽ കയറി ഇങ്ങനെ വന്ന് അങ്ങനെ വന്നത്. നല്ല രസമുണ്ട് കേട്ടോ സ്ഥലം, അടിപൊളിയാണ്. അടിപൊളി അല്ലേ ചേച്ചി? ചേച്ചി ഇങ്ങനെയല്ലേ പോണ്ടേ? ഇങ്ങനെയല്ലേ? ആ ഇതെന്താ ഏട്ടാ അതിൻ്റെ ഉള്ളിൽ? ഓ, അടി ഊട്ടുപുര തന്നെ. ആ, അപ്പോൾ ഊട്ടുപുര ലെവൽ 1 ആൻഡ് ലെവൽ 2. ലെവൽ 2ലായിരുന്നു, ഇത് ലെവൽ 1 ആണ്. ആ അതാ ഊട്ടുപുരയിൽ. ആ എടുത്തു ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ട ഭരണി ഐറ്റംസൊക്കെ അല്ലേ, ഉരുളി വേണ്ടൊക്കെ, ഇതൊക്കെ കഴുകാൻ ഉപയോഗിച്ചായിരിക്കാം. ഉണ്ടല്ലേ ഇരിക്കണ അടിപൊളി. ഇതൊക്കെ പഴയ വിഗ്രഹങ്ങൾ തന്നെ ഇരിക്കണേ. ആ ഓക്കെ, ഇവിടുത്തെ അല്ല. ഓക്കെ, ഇത് ഇവർക്ക് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിന് ട്രഷേഴ്സ് കിട്ടില്ലേ, അതൊക്കെ അവർ ചെക്ക് ചെയ്തിട്ട് ഇവിടെ കൊണ്ടു വെച്ചിരിക്കും. ഞങ്ങൾക്ക് മ്യൂസിയത്തിലേക്ക് മാറ്റിയിരിക്കും. ഇത് ഊട്ടുപുരയാണ്, അപ്പോൾ അതുകൊണ്ട് ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. 2 ഊട്ടുപുര. ഇവിടെ 1000 പേർക്ക് കഴിക്കാന്നാണ് പുള്ളി പറയണേ. 1000 പേര് ഇവിടെയും, മേലെ 1000, മൊത്തം 2000 പേർക്ക് കഴിക്കും ഒരേ സമയത്ത്. 2000 പേർക്ക് കഴിക്കാവുന്ന ഊട്ടുപുര. ഇവർക്ക് എന്തൊക്കെയോ ട്രഷേഴ്സ് കിട്ടിയിട്ടുണ്ടല്ലേ, വലിയ വിഗ്രഹമൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. അതൊക്കെ ഇനി മ്യൂസിയത്തിലേക്ക് മാറുണ്ടാവും. സെറ്റപ്പ്. എന്തെങ്കിലും മരത്തിൻ്റെ ഒക്കെ സൈസ് നോക്കി നോക്കിയാൽ എൻ്റെ കയ്യിൽ നിന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 3 അല്ലേ സൈസ് ഉണ്ടോ ചേക്ക്? ഒറ്റ മരം അല്ലേ, തേക്ക്. അടിപൊളി. പണ്ടത്തെ കാലത്ത് ആരോ ഒത്തിച്ചാണ്. ഓക്കെ, ഇനി ഊട്ടുപുര അപ്പോൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ അടുത്ത എങ്ങോട്ടാണ്? എങ്ങനെ ആ 80% തടിയാണല്ലേ. അതെ, ബാക്കിൽ വലിയൊരു മലയുണ്ടല്ലേ. എന്ത് മല? വേളിമല. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടായിരുന്നു അവിടെ, വലിയ പൂളൊക്കെ ഉണ്ടായിരുന്നോ? കുളം. ആ മലയുടെ കേസ് എന്താ പറഞ്ഞത്? ആ മല എന്ന് പറയുന്നത് വേളിമലയാണ്. പശ്ചിമഘട്ടമല നിലയുടെ ഒരു ഭാഗമാണ് വേളിമല എന്ന് പറയുന്നത്. ആ മലയുടെ താഴ്വാരം 186 ഏക്കർ നീണ്ടു കിടക്കുന്ന അന്നത്തെ ഈ കൊട്ടാരത്തിന്റെ വിസ്തൃതി 186 ഏക്കറായിരുന്നു. ആ മല മുതൽ ഇങ്ങോട്ട് മൊത്തം ഇവരുണ്ടല്ലോ. പെട്ടെന്ന് ആരും ഇങ്ങോട്ട് ഈ കൊട്ടാരം ആക്രമിക്കാൻ വരരുത് കാണുകയും ചെയ്യും. നമുക്ക് കോട്ട ആ മല താണ്ടി ആർക്കും ഈ കൊട്ടാരം ആക്രമിക്കാൻ വരാൻ പറ്റത്തില്ല. ശരി, അങ്ങനെ അതാണ് ചൂസ് ചെയ്തിട്ടില്ല. ആരും അങ്ങനെ ആക്രമിക്കാൻ വരരുത് എന്നുള്ളതാണ് മലയുടെ താഴ്വാരത്ത് കോട്ടമതിൽ കെട്ടിയിട്ടാണ് കൊട്ടാരം പണിതത്. ഒരു കാലത്ത് ആരും ഈ കൊട്ടാരം ആക്രമിക്കാൻ വരരുതെന്ന കൺസെപ്റ്റ്. എന്നേലും ആക്രമിക്കപ്പെട്ടിട്ടുണ്ടോ? പെട്ടിട്ടില്ല. ബ്രിട്ടീഷുകാർ വന്ന കാലത്തോ? ബ്രിട്ടീഷുകാരത്തൊന്നും ആക്രമിക്കുന്നുണ്ട്. അത് അവരവിടെ അങ്ങോട്ട് ആലുവയിലെ തെനങ്കോട്ടയിൽ. ഓക്കെ. അപ്പൊ ഇപ്പൊ ഗവൺമെന്റ്, കേരള ഗവൺമെന്റ് എടുത്ത് ഇത് മാത്രമല്ലോ, ആ 156 തമിഴ്നാടാണ്. അന്ന് കാലത്ത് തിരുവിതാംകൂർ ക്യാപിറ്റൽ കൊട്ടാരമായിരുന്നത് കൊണ്ട് ഈ കൊട്ടാരം 6 ഏക്കർ മാത്രമാണ് സർക്കാർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. തമിഴ്നാട്. ശരി, താങ്ക് യു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പുറത്തേക്ക് എങ്ങോട്ടാ നമ്മുടെ അടുത്ത് എങ്ങോട്ട് ശരിക്കും പോണേ? തായ് കൊട്ടാരം. ഓ, തായ് കൊട്ടാരം. ഓക്കെ. ഫസ്റ്റ് കോറായിട്ട് പണിഞ്ഞതാണല്ലേ. ഓക്കെ. താങ്ക് യു. നമ്മളിനി പോണത് മദർ കൊട്ടാരമാണ്, തായ് കൊട്ടാരം. അതാണ് ഫസ്റ്റ് പണിഞ്ഞ കൊട്ടാരത്തിൽ. അതിനുശേഷമാണ് ഇത് എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ബാക്കിയെല്ലാം പണിഞ്ഞ് പോയിട്ടില്ല കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ ഈ ഒരു സ്റ്റൈലിൽ വ്ളോഗ് ആദ്യമായിട്ട് ചെയ്യുന്നത് ചേക്ക്. ഡീറ്റെയിൽ ആയിട്ട് കാരണം ഇവിടെ ആൾക്കാർ പറഞ്ഞു തരാനുള്ളതുകൊണ്ട് കേട്ടോ പറ്റി. അല്ലെങ്കിൽ ശരിക്കും ഇതൊക്കെ മനസ്സിലാക്കി പഠിച്ചു വരേണ്ടതാണ്. ഇതുപോലെ ആൾക്കാർക്ക് പറഞ്ഞു തരാണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതാണോ തായ് കൊട്ടാരം? ഓക്കെ. ആ ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. കാണണോ? എടുത്തിട്ടുണ്ട്. ഓക്കെ. അമ്മ കൊട്ടാരം അല്ലേ? അമ്മ കൊട്ടാരം. ഇതെന്താ മേലെന്താണ്? കണ്ണു കണ്ടു. മേലെന്താണ് സംഭവം?
പൂക്കളാണ്, താമരപ്പൂക്കൾ. എല്ലാം 2 ഇതൾ പൂക്കളാണ്. മധ്യത്തിൽ ഒരു പൂ മാത്രം 3 ഇതൾ വിരിഞ്ഞിട്ടുണ്ട്. അത് ബ്രഹ്മ വിഷ്ണു എവിടെ? സങ്കല്പം. അതെവിടെയാണ്? സെന്ററില് നടീ ഏതേടാ? നടീ സെന്ററില്, ആ സെന്ററിലുണ്ട്. ആ ഓക്കെ ഓക്കെ. ഇത് മാത്രം ഇത് കണ്ടോ? എല്ലാം ഒരേപോലെ 2 പൂക്കൾ, 1 2 ഇങ്ങനെ. ഇത് മാത്രം കണ്ടോ അല്ലേ? എന്തെല്ലാം അങ്ങനത്തെ ആൾക്കാർ ഒരു ഐഡിയ ആ കണ്ടു തന്നെ. ഇതും ഇതും വ്യത്യാസം അല്ലേ? അല്ലേ അല്ലേ? അത് മനസ്സിലായി. ബ്രഹ്മ വിഷ്ണു ആ കൺസെപ്റ്റില്. ഇതിപ്പോ അമ്പലമായിരുന്നു അല്ലേ? ഇത് പൂജാ ഹോളായിട്ട് ഉപയോഗിച്ചിരുന്നു. അപ്പൊ കളമെഴുത്ത് ഒക്കെ വരച്ചിട്ട് ആ ഓക്കെ. കളപ്പാട്ട്. അപ്പൊ ഇതിന് വിളിക്കല അങ്ങോട്ട് പോകാൻ പാടില്ല. അങ്ങോട്ട് പോവാം. ഇത് ഇവിടുത്തെ ഫൗണ്ടേഷൻ പില്ലറാണ്. കന്നിമൂല തൂണെന്ന് അറിയപ്പെടും. ആദ്യമായിട്ട് നിർമ്മിച്ച തൂണാണ്. അതാണ് അതൊരു പാമ്പൊക്കെ ആയിട്ടുള്ള സെറ്റപ്പിലല്ലേ അല്ലേ? ഒരു പ്രത്യേകത ഉള്ള രീതി അല്ലേ? ഇതുണ്ടോ കന്നിമൂല തൂണുള്ളത്? വരിക്കപ്ലാവിന്റെ തടിയിലാണ്. അത് ശരി. ഇത് പ്ലാവിന്റെ തടി. മുഴുവനും തേക്ക് മരമാണ്. ഇത് മാത്രം പ്ലാവിന്റെ. കേട്ടില്ലേ? വാസ്തുശാസ്ത്ര പ്രകാരം തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്, കന്നിമൂല സ്ഥാനത്താണ് ഇതിന്റെ നിർമ്മാണ രീതി. കന്നിമൂല അടിയിൽ കരിങ്കല്ല്, അതിന്റെ മുകളില് ഒറ്റ മരം. അത് ഒറ്റ മരത്തിൽ കേട്ടോ. അടിയിൽ കരിങ്കൽ, അതിന് ഒറ്റ മരത്തിന്റെ പീസ്. ഡിസൈൻ കണ്ടോ? എന്ത് ഷോർപ്പ് നോക്കി വെച്ചൊക്കെ കരിങ്കല്. ഇതൊക്കെ മരം തന്നെയാണ്. അത് ഇത് ഈ കാണുന്നത്. ഭയങ്കര പണിയുണ്ടോ? അപ്പോൾ അന്നൊക്കെ കയ്യിലുള്ള പണിയിരിക്കില്ലേ അല്ലേ? പിൻ പോയിന്റ് ചെയ്തേക്കണ നൈസ് കണ്ടോ? ഇതാണ് കന്യാകുമാരിയിലൊക്കെ പോകുമ്പോൾ ഇതിൻ്റെ ആ ഒരു ഇതായിരിക്കാം കുറേ നമ്മൾ കടയിലൊക്കെ ഉണ്ട് കുറേ സാധനങ്ങൾ. എനിവേസ്, അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് പില്ലർ ഈ ബിൽഡിങ്ങിൻ്റെ. ഈ ടോട്ടൽ പാലസിൽ കെട്ടിയ ഫസ്റ്റ് പില്ലർ കേട്ടോ, തൂണ്. ഓക്കെ. യെസ് യെസ് യെസ്. ഇത് കണ്ടോ? ഇത് 4 കെട്ട് നടുമുറ്റം. അവിടെ ഉണ്ട് ഒരു പലക വെച്ച് ക്ലോസ് ചെയ്തേക്കണേ. അത് തുരങ്കമാണ് കേട്ടോ. ടണൽ എഴുതി കണ്ടില്ലേ? അപ്പുറത്ത് വായിക്കാട്ടോ. ഇവിടുന്ന് ടണലുണ്ട് ഡയറക്റ്റ്. എങ്ങോട്ടേക്കാന്നാവും? ഇത് എങ്ങോട്ടേക്കാ ടണൽ? അതിനെ കുറിച്ച് പറയുന്നുണ്ടോ? ടണൽ എങ്ങോട്ടേക്കാ പോവാ? അത് കുറെ ദൂരെയാണ്. ആ അവിടേക്ക് വരെ ദൂരം കണ്ടായിരുന്നല്ലേ? ഓഫ്, എന്താ സംഭവം തന്നെ. രാജാക്കന്മാര് വേറെ ലെവലാ. ഓക്കെ, 4 കെട്ട് കണ്ടു. നോ എൻട്രി. മണിച്ചിത്രത്താഴ് സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പാലസും കൂടിയാണ്. ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് അതിൽ ഏതോ സീനൊക്കെ തോന്നുന്നുണ്ട്. ഈ ഒരു ലൈറ്റിംഗ് ഒക്കെ കാണുമ്പോൾ JK റിമൈൻഡ് ചെയ്ത് എനിക്കും തോന്നി. ആ ഇങ്ങനെ നോക്കണതല്ലേ അല്ലേ? അവിടെ ശോഭനെന്താ നോക്കണ ആ ഒരു സീനൊന്നുണ്ട്. ഇതിപ്പോൾ എന്താ മെയിൻ ബിൽഡിങ്ങിൻ്റെ ചുറ്റും അതല്ലേ? ചുറ്റുമുള്ള ഉള്ളിലെ സ്ഥലം ഇതൊക്കെ അടച്ചിട്ടിരിക്കുകയാണല്ലോ. ഇതുവഴി മേലേക്ക് പോകുന്നുണ്ട്. ഇത് നമ്മൾ ആദ്യം കെട്ടിയ ആ ഒരു വീടാണ് കേട്ടോ. ഇവിടെ നിന്നാണ് ഈ പാലസ് ഇത്തിരി എക്സ്പാൻഡ് ആയത്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഇതൊരു ബാൽക്കണി പോലെ. പിന്നെ നമ്മൾ ലേഡീസ് റൂമിലേക്കാണ് പോകണം. ആദ്യമായിട്ടാണ് ലേഡീസ് റൂം കയറണം. ഓക്കേടാ. ഈ കൈ പിടിക്കുന്ന എന്തായാലും മരം കേട്ടോ. എൻ്റെ ദൈവം, JK ശ്രദ്ധിച്ചോ? ഹാൻഡിലടക്കം മര. ശ്രദ്ധിച്ചോ? അത്ര നീളത്തിൽ, ആ കണ്ണ നീളത്തിലെ പൈപ്പ് ഇത് മൊത്തം മര. എങ്ങനെ ഇതൊക്കെ ചെയ്യുക? ഇത് അത് അടച്ചു വയ്ക്കാൻ പറ്റും. യെസ്, അന്നത്തെ ആൾക്കാർ ഉണ്ടായിട്ടുണ്ടാവും പ്രശ്നക്കാർ അടച്ചു വയ്ക്കാൻ. ഓക്കെ, ഇതാണല്ലേ ആ റൂം? ആ ഓക്കെ. ആ ഇവിടെ തന്നെ കാണുകയും ചെയ്യാം അല്ലേ? നടുമുറ്റം വ്യൂ കണ്ട എന്ത് നൈസല്ലേ ഇവിടെ നിന്ന് കാണാൻ. ഓ, നല്ല കാറ്റും എൻ്റെ അമ്മോ. നല്ല മഴയൊക്കെ പെയ്യുമ്പോഴേ പണ്ടത്തെ ചേച്ചിമാരൊക്കെ ഇവിടെ നിന്നുണ്ടാവും, ഇങ്ങനെ ഇരുന്നിട്ട് കണ്ടിട്ടുണ്ടാവും. ഓ, അവിടെ നിന്നും കാണാം, അവിടെ നിന്ന് കാണാം. ഇവിടെ നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യണ്ട. എന്താ ചേച്ചി? ആ ഓക്കെ, അയൺ റോപ്പ് അല്ലേ? ആ ഓക്കെ, ഫ്ലെക്സിബിൾ ആയിട്ടില്ല അല്ലേ? ഓക്കെ ഓക്കെ. ഇത് കൂടി പോയി കഴിഞ്ഞാൽ ഇനി അടുത്ത പോയിന്റിലേക്ക് എത്താം. നല്ല രസം കേട്ടോ. നൈസാണ്, വഴിയൊക്കെ നല്ല നൈസാണ് അല്ലേ JK?
ജെയൊക്കെ ഉണ്ടായത്. ഇപ്പം എനിക്ക് ഭയങ്കര ഓവറായത് വെച്ചാൽ ഒരു കമ്പനിയിൽ നിന്നോട് ഒറ്റയ്ക്ക് വന്ന് ഞാൻ വട്ടുപിടിക്കുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് നടക്കണ്ടേ. ആ ഇത് ക്ലോസ് ചെയ്യണമെന്ന് നന്നായിട്ട് കാണാൻ. ഓരോ വ്യൂ ഉണ്ടല്ലോ, ഓരോ പോയിന്റിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് കാണുന്ന വ്യൂ രക്ഷയില്ല. ഇവിടെയൊക്കെ ഞാൻ നിൽക്കുമ്പോഴേ രാജാവ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടാവും. യെസ് ഐ എം രാജാവ് പറഞ്ഞിട്ട്. ഇതെന്താ കട്ടില? ഇത് കട്ടിലാണല്ലേ ചേച്ചി? ഏ ഔഷധ ഗുണമുള്ള മരങ്ങളുടെ ഓരോരോ പലക എടുത്ത് ജോയിൻ ചെയ്ത കട്ടിലാണ്. കിടക്കുന്ന ഭാഗം ഓരോ പലകും ഓരോ ഔഷധം. 64 ഔഷധ മരത്തിൽ നിന്നുണ്ടാക്കിയ ഒരു കട്ടിലത് രാജാവ് ഇതിലെ കിടന്നിരുന്നത്. മാർത്താണ്ഡവർമ്മ രാജാവിന് ഡച്ചുകാർ 18-ാം നൂറ്റാണ്ടിൽ ഇവിടെ വന്ന് ഇവിടെയുള്ള മരങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് ചെയ്തു കൊടുത്ത കട്ടിൽ. ഓരോ പലയും ഓരോ ഔഷധമാണ്. ഇത് ഗ്രീക്ക് ടെമ്പിളാണ്. ഇന്നത്തെ ഇന്റർനാഷണൽ മെഡിക്കൽ സിംബൽ ടി എന്നുള്ള മനുഷ്യന്റെ സിംബിളിന് പാമ്പ് രോഗം ഈഗിൾ മരുന്ന് നമ്മുടെ IMAയുടെ സിംബലാണ്. ഇത് പുറത്തെ ടീം ചെയ്ത് കൊടുത്ത കട്ടില. ഇവിടെയുള്ള മരങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് ചെയ്തു കൊടുത്ത ഇത് ടി എന്നുള്ള മനുഷ്യന്റെ ശരീരം അരിച്ചിരിക്കുന്ന ഒരു പാമ്പ് രോഗം ഈഗിൾ മരുന്ന്. ഇത് നമ്മുടെ ഇന്നത്തെ ഇന്റർനാഷണൽ മെഡിക്കൽ മനുഷ്യ ശരീരം എവിടെ? ടി വഹിക്കുന്നില്ലേ, അതാണ് മനുഷ്യ ശരീരം. ഇത് പാമ്പ് രോഗം ഈഗിൾ മരുന്ന്. പാമ്പിനെ കണ്ട കഴിവ് കുത്തിയെടുക്കില്ലേ, അതുകൊണ്ടാണ് സിംഗൽ. ഇന്ത്യയുടെയും ചൈനയുടെയും ഇത് ഡ്രാഗന്റെ മയിലിന്റെ ശരീരം. ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യാപാര ബന്ധത്തിൽ നല്ല സുഹൃത്ത് ബന്ധമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. അത് ശരി. ഒരു വലിയ കാര്യമില്ല. ചീന ചട്ടിയിലൊക്കെ അവിടെ നിന്ന്. അതെ അതെ, ഡ്രാഗന്റെ തലയും മയിലിന്റെ വാലും കേട്ടോ. അതായത് ഈ രാജാവ് അന്നത്തെ കാലത്ത് ചൈനയായിട്ട് എക്സ്പോർട്ടും ട്രേഡും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു ബന്ധത്തിനെ ഓർമ്മിപ്പിക്കാവുന്ന രീതിയിൽ അവർ ചെയ്തതെന്നാ പറയുന്നത്. അതേപോലെ ഇത് ഗ്രീസ് നിന്നല്ലേ, സോറി ഡച്ചിന്ന് ആൾക്കാർ വന്ന് 1841 കുളച്ചിൽ യുദ്ധം അതിൽ തോറ്റ് ഡില്ലിനായി തടവിലാക്കി. അതിനുശേഷം നല്ല ഫ്രണ്ട്ഷിപ്പായി. അതിനുശേഷം ഇവിടെ വന്ന് ഇവിടെയുള്ള മരങ്ങളെ കുറിച്ച് പഠിച്ചിട്ട് ചെയ്തേക്കാം. ഓ അവരിവിടെ വന്ന് തോറ്റിട്ട് അവരെ പിടിച്ചവര് പിന്നെ ഇവരെ തടവിലാക്കി. എങ്കിലും പിന്നെ കൊന്നില്ല. അയാളെ കൊല്ലാനാണ് മാർത്താണ്ഡവർമ്മ പറഞ്ഞാൽ ഈ സേനാധിപതി രാമേന്ദ്രവർ കൊല്ലാതെ മിലിറ്ററി ചേർക്കുകയാണ്. അപ്പൊ അദ്ദേഹം വെസ്റ്റേൺ രീതിയിൽ ഒരുപാട് റൈഫിളൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം പറഞ്ഞത് നമുക്ക് ലെഫ്റ്റ് പഠിപ്പിക്കുന്ന ഡേറ്റ്സിന്റെ ഇതിൽ വെച്ചിട്ടുള്ളതാണ്. ഇവിടുത്തെ ഡേറ്റ്സിന്റെ ഇതിന്റെ ഒരു മാതൃകയിൽ വെച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലില്ലല്ലോ, പിന്നെ എന്ത് കൺസെപ്റ്റ്? ഡേറ്റ്സ് അല്ല, അവര് എന്തെങ്കിലും ഒരു ശില്പകല കൊടുക്കണ്ടേ, അതുകൊണ്ട് കൊത്തുപണി എടുത്തിട്ടുള്ളത്. പക്ഷെ എന്താ ഈ കട്ടില് ഡേറ്റ്സ് പോലത്തെ സെറ്റപ്പ് ഇട്ടാ. പിന്നെ ഒത്തിരി ഔഷധ ഗുണങ്ങളുള്ള മരങ്ങളെല്ലാം കൂടി വെച്ചിട്ട് എന്താ ഈ കട്ടില് ചെയ്തിട്ടുള്ളത്. അടിപൊളി. ഈ കട്ടില് ഒറ്റ കട്ടില് ഈ കൊട്ടാരത്തിൽ ഇത്രയും നല്ലൊരു കട്ടിലുള്ളൂ. ഇത് ആ കൊട്ടാരത്തിൽ ഈ കൊട്ടാരം നോക്കിയാൽ ഇത് തന്നെ ഉള്ളൂ. ഇതേപോലെ തോന്നുന്നു കുതിരമാളികയിൽ. ഇതില് എന്തൊക്കെ മരം വന്ന പത്മനാഭസ്വാമി ആല, അരശക്തി, എത്തി, തേക്ക്, വേപ്പ്, കാഞ്ഞിരം, കരിമരം, ദേവദാരു, അങ്ങനെ അതെല്ലാം ഇതിനകത്ത് ഓരോരോ കഷ്ണങ്ങളാണ് അല്ലേ? ഇത് കാണുന്നില്ലേ, 64 മരങ്ങൾ, ഓരോ ചെറിയൊരു പീസ്. ശരിക്കും അങ്ങനെ കിടന്ന ആ ഗുണമുണ്ടോ? അന്ന് 300 വർഷത്തിന് മുമ്പ് ശരീരത്തിന് ഇതാ ഈ മരങ്ങൾക്ക് നല്ല ഔഷധ മരങ്ങളില്ല. ഇപ്പൊ ശരീരത്തിന് രാജാവാകുമ്പോ യുദ്ധത്തിലാക്കുമ്പോ കുറച്ച് ഹെൽത്ത് ഇല്ല. മാർത്താണ്ഡവർമ്മ പെട്ടെന്ന് മരിക്കുകയാണ് 53 വയസ്സിൽ. അതിൽ കിടന്നെന്ന് പറഞ്ഞാൽ ആയുസ് കൂടുതൽ, കുറച്ച് ഹെൽത്ത് കിട്ടും. എങ്ങനെ മരണപ്പെട്ടു പുള്ളി? അയാൾ മെന്റൽ ഷോക്കായിരുന്നു. ഇദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ രാമേന്ദ്രവ പെട്ടെന്ന് മരിക്കുകയും അപ്പോഴത്തേത്തിന് ഒരു മാനസിക ഭ്രാന്തി. അത് കായംകുളം യുദ്ധത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ മരിക്കുകയും രക്തച്ചൊരിച്ചിലൊക്കെ കണ്ട് ഇദ്ദേഹത്തിന് മാനസിക വിഭ്രാന്തി കൊണ്ട് ചങ്ങലക്കിട്ട് പെട്ടെന്ന് 53 വയസ്സിൽ മരിച്ചതാണ് പറയുന്നത്. ഈ യുദ്ധം ചെറിച്ചില് കായംകുളം ഭയങ്കര യുദ്ധമായിരുന്നു. എന്റെ ദൈവമേ, രാജാവിന്റെ അവസ്ഥ. ഇത് ഈ കൊട്ടാരത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലമായിട്ട് ഉപ്പിരിക്ക മാളി എന്നാണ് അറിയപ്പെടുന്നത്. ഉപ്പിരിക്ക മാളിക ഈ സ്ഥലം 4 നില കെട്ടിടമാണ്. നിങ്ങൾ കണ്ടതൊക്കെ വ്യത്യാസം 4 നില കെട്ടിടം. ഇതാണ് ഈ ടോട്ടൽ കൊട്ടാരത്തിൽ വരുന്ന സ്ഥലം. ഏറ്റവും ഉയർന്ന സ്ഥലം. താഴെ ട്രഷറി പണം. ഇവിടെ നിന്നാണ് 1750 മാർത്താണ്ഡവർമ്മ തനിക്ക് ഈശ്വരൻ എന്തെല്ലാം കൊടുത്തു എല്ലാം തന്റെ കുലദൈവമായ പത്മനാഭസ്വാമിക്ക് സമർപ്പണം ചെയ്തിട്ട് പത്മനാഭദാസനെ ഇവിടുന്ന് എല്ലാം പോയത്. അവിടെ സ്വർണ്ണ ഇവിടുന്ന് പോയതാണ്. പണത്തിന്റെ മുകളിലാണ് രാജാവ്, അതിന് മുകളിൽ ധ്യാനമുറി, അതിന്റെ മുകളിൽ പൂജാരം, അങ്ങനെ കണക്ക്. പണം അതിന്റെ മുകളിൽ ധ്യാനം, മോക്ഷം. എന്താ ആദ്യത്തെ അർത്ഥം പറഞ്ഞ പണം. പണം, പണത്തിന് മുകളിൽ രാജാവ്, അതിന് മുകളിൽ ധ്യാനം. രാജാവ് സ്പെഷ്യൽ ധ്യാനത്തിന് പോകുന്നത്, അതിന്റെ മുകളിൽ പൂജാരം. അവിടെ രാജാവ് പത്മനാഭ ഉടവാൾ അവിടെയുണ്ട്. ഇപ്പൊ കാണാൻ പറ്റും. 2 വിളക്ക് എപ്പോഴും എരിഞ്ഞുകൊണ്ടിരിക്കും.
ഈ ഉടവാൾ നവരാത്രി പൂജയ്ക്ക് ഇവിടെ നിന്ന് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടുപോകും. അപ്പോൾ ക്ഷേത്രമായിട്ട് പോയിട്ട് 18-ാം ദിവസം തിരിച്ചു കൊണ്ടുവരും. ഇപ്പൊ വാള എവിടെയുള്ള കാണാൻ പറ്റില്ല. അവിടെ ഇന്നും പൂജയുണ്ട്. ഇന്നും പൂജ ഉണ്ടായിരുന്നു. രാവിലെ ഉണ്ട്. എണ്ണ അണയാതെ ഉച്ചയ്ക്ക് എണ്ണ ഒഴിക്കും. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല അല്ലേ? പബ്ലിക്കിൽ 16 വർഷം വരെ അലൗഡാണ്. ഇപ്പം അലൗഡല്ല. ഇത് പുള്ളി ഇരുന്ന് ചേരാം. ഇതും അതേ കൂട്ട് ചേരാം. സ്പെഷ്യൽ ചേരാം. കുതിരയുടെ ഷൂവിന്റെ ഷേപ്പിലുള്ള ചേര ചൈനയുടെ കൊത്തുപണികളാണ്. ഓ, ആ കുതിരയുടെ അടിയിൽ വരുന്ന കോളറിന്റെ അല്ലേ? ഓക്കെ. ഇതിന് ഉപരിയ മാളിക എന്ന് പറയും. ഏറ്റവും ഉയരം എന്നും പൂജയുണ്ട്. കൊട്ടാരത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥലം തൃപ്പടിദാനം. പത്മനാഭസ്വാമി സമർപ്പിച്ച തൃപ്പടിദാനം എന്ന് പറയും. അതിന്റെ സ്മരണയ്ക്കുള്ള കെട്ടിടമാണ് ഇത് ഉപ്പിരിക്ക മാളിക. ഉപ്പിരിക്ക എന്ന് വെച്ചാൽ മൂപ്പർ ഇരിക്കുന്ന സ്ഥലം നിർത്തുകൊണ്ട് പിന്നെ ഉപരിക്ക എന്ന് പറഞ്ഞു പറഞ്ഞ് ഉപ്പിരിക്ക. ഇപ്പൊ പിന്നെയും പഴയതിന് ഉപരിക്ക മാളിക എന്ന് പറയുന്നത്. 4 നില കെട്ടിടം. കാമം ധ്യാനം മോക്ഷം. മുഖ്യത്വം പണം താഴെ. രാജകൊട്ടാരങ്ങൾ എന്നും നിലനിൽക്കുന്നത് രാജവംശം എന്നുള്ളത് എന്ന് പറയപ്പെടും. അത് കൈകൊണ്ട് പിന്നിയതാണ് ഇരുമ്പ് ചങ്ങല. ഇതാണല്ലേ പറഞ്ഞിരുന്നത്. ഏതാണ് അതല്ലേ? രാജാവ് ഇവിടുന്ന് രാജസദസ്സിൽ നിങ്ങൾ മന്ത്രശാല ക്യാബിനറ്റ് അവിടെ നിന്ന് അഗ്നിയെ വന്ന് ഇവിടെ കാലിൽ കഴിഞ്ഞിട്ടാണ്. ഇതുവഴി പുള്ളിക്ക് വരെയുള്ള വഴിയുണ്ട്. അത് ശരി. എവിടെ? ഇവിടെ. ഓ, ഓക്കെ. മറ്റേ ഇത് കണ്ടോ? കൈകൊണ്ട് വളച്ചുണ്ടാക്കിയ ചങ്ങല കേട്ടോ. ഇതിലാണ് ഒരു ഊഞ്ഞാല് തൂങ്ങി കിടക്കണേ. എന്തല്ലേ, 2 ഉണ്ട്. അന്നത്തെ കാലത്ത് മെറ്റലാ. നൈസ് തന്നെ. നമ്മുടെ ആ മന്ത്രിസഭ കൂട്ടിനോടുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് രാജാവ് ഈ റൂമിലേക്ക് ഇവർക്ക് ഡയറക്റ്റ് ഷോർട്ട് കട്ട് ഉണ്ട്. അത് അടച്ചിട്ടിരിക്കുക വഴി. പക്ഷെ ഞാൻ അവിടുന്ന് കുറെ നോക്കിയില്ല, അങ്ങനെ ഒരു വഴി കണ്ടില്ലല്ലോ. ഞാൻ എന്നിട്ട് പറഞ്ഞു രാജാവ് ഇതുവഴിയല്ലേ വന്നിട്ടുണ്ടാവുള്ളൂ ഇങ്ങനെ അവിടുന്ന് വീഡിയോയിൽ പറഞ്ഞു. അതല്ല, ആ റൂമിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഒരു ഡോർ ഉണ്ട് അല്ലേ, നേരെ ഇങ്ങോട്ടേക്ക് വരാം. ഓ, എന്താ സെറ്റപ്പ് ഒക്കെ. അപ്പൊ നമ്മള് രാജാവുകാരല്ലായിരുന്നു. ഈ വഴി. അപ്പൊ അതുവഴി തന്നെ വന്നിറങ്ങി. ഓക്കെ. ഇവിടുന്ന് കാല് കഴിക്കിട്ട് പുള്ളി നേരെ റൂമിൽ വന്ന് പുള്ളിക്ക് കിടക്കാം. പുള്ളി നേരെ എങ്ങനെ കയറി വന്നിട്ടുണ്ടാവുക. എന്നിട്ട് രാജാവ് സുഖമായിട്ട് ഉറങ്ങിണ്ടാവും. അപ്പൊ ഇവിടെ എല്ലാം ഉറങ്ങിയിരുന്നേ തൊഴുകും. ശരി. മുകളിലുണ്ട്. ഓക്കെ, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടോ. ഞാൻ വീഡിയോ കട്ട് ചെയ്തിട്ട് ഇവിടുത്തെ എങ്ങനെയുണ്ട് ആംബിയൻസ് ഉള്ളതുകൊണ്ട് ഒരു വമ്പൻ സെറ്റപ്പ് പറഞ്ഞു കേട്ടോ. ഇവിടെ ഈ വിൻഡോ വഴി നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു ബ്ലാക്ക് സ്റ്റോൺ ഉണ്ട്. ഓക്കെ, ഇറ്റ് വെയ്റ്റ്സ് 38 kg. ആ 38 കിലോ കല്ലിനെ 101 പ്രാവശ്യം തലയുടെ മേലെ പൊക്കിയിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഇരുന്നിട്ട് രാജാവ് അവരെ സെലക്ട് ചെയ്യും. ലൈക്ക് ബാൽക്കണിയിൽ അവിടെ നിൽക്കാൻ വിളിക്കും. നിന്നിട്ട് സെലക്ട് ചെയ്തിട്ട് അവരെ അപ്പോയിന്റ് ചെയ്യും. ലൈക്ക് മിലിറ്ററി ഇതിൽ 101 പ്രാവശ്യമേ 38 കിലോ പറയുമ്പോൾ ഒരു 2-3 പ്രാവശ്യമൊക്കെ പോക്കാവുന്നത്. അടപ്പൂരി പോവില്ലോ ഈശ്വര. കിടിലുണ്ടോ, രക്ഷയില്ല. ചേച്ചി ഓക്കെ കേട്ടാ, താങ്ക് യു. നമ്മൾ കല്ലൊന്നും നോക്കണല്ലോ. ഒരു പ്രാവശ്യം പൊക്കണമെന്നുണ്ട്, പക്ഷെ സമ്മതിക്കുന്നോ ജെകെ. ഓക്കെ, ഇപ്പൊ രാജാവിന്റെ റൂമിന്റെ സൈഡിൽ കൂടിയാ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. ഡോണ്ട് ടച്ച്. ഏത് മുഖം നോക്കണ ക്ലാസ്സോ? ആ, 300 വർഷം പഴക്കമുള്ള ഒരു ഗ്ലാസ് അത്ര ഇത് ഗ്രീക്കിൽ നിന്ന് കൊണ്ടുവന്നത്. ഓക്കെ, ഇതെല്ലാം പെയിന്റിങ് ആണോ? അതെ, ഞാൻ പറയുന്നു ആ കാലം മുതലേ ഉണ്ടല്ലോ മേക്കപ്പ്. ഓക്കെ, ഇത്രയും വലിയൊരു ഗ്ലാസ്സിന് ഹാങ്ങിങ് വാളിൻ്റെ പവർ എന്തിരിക്കുന്നേക്ക് ഇതിലിങ്ങനെ കർട്ടൻസ് ഇടാത്ര. ഇവിടെ ഓരോ കർട്ടൻ ഇട്ടിട്ട് ആൾക്കാർ പെൺകുട്ടികളൊക്കെ ഡ്രസ്സൊക്കെ പെണ്ണുങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനോ. രാജാവിൻ്റെ അമ്മ കിടന്ന കട്ടിലോട്ടോ ഇത് അല്ലേ? ഇത് ബാമ്പൂൻ്റെ അല്ലേ? മോളുടെ നൂലല്ലേ? മോളുടെ നാരുകൊണ്ട് കെട്ടിയ ഇതും പിന്നെ ഐവറി ഉണ്ടോ? ഇതൊക്കെ മറ്റേ ഐവറിയുടെ പീസ് ഇങ്ങനെ ഡിസൈൻ വെച്ച് സെറ്റ് ചെയ്തേക്കുന്നല്ലേ. സെറ്റപ്പ് തന്നെ. ഇത് കണ്ടി ഡോറ് അടിയിൽ നിന്ന് കയറി വരെയുള്ള ഡോറ് കേട്ടോ. കണ്ണാടി ഉണ്ട്? അല്ല, അത് എൻട്രൻസാ.
അത്രയും ക്ലീൻ അല്ല, ധരിപ്പിക്കല്ലേ. പ്ലീസ് ഡോണ്ട് സിറ്റ് ഹിയർ എന്ന് എഴുതിയിട്ടുണ്ട്. കണ്ടിട്ടില്ല. ഇല്ല, ടോയ്ലറ്റ് അല്ലേ? ആ ഓക്കെ, പഴയ ടോയ്ലറ്റ് ഉണ്ടോ? എന്തല്ലേ അന്നത്തെ കാലത്ത് ലൈറ്റിന് എന്താ ചെയ്തിട്ടുണ്ടാവോ? വെളിച്ചം കിട്ടാൻ കൈ പിടിച്ചോണ്ട് പോയിരിക്കും. അതാണ് കേട്ടോ മറ്റേ കിങ്ങിൻ്റെ അമ്മ താമസിക്കുന്ന റൂമും ആ ബെഡൊക്കെ. അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ടോയ്ലറ്റ്. ഓക്കെ കേട്ടോ, മറ്റേ ടോയ്ലറ്റ് ആണ് ഇത് രണ്ടും. പിന്നെ അങ്ങനെ പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഏരിയ ആണ്. പിന്നെ വീണ്ടും അടുത്തേക്ക് എൻ്റർ ആവും. ഇതെന്താ സംഭവം? ഇരിക്കുന്ന സ്ഥലം? ഇത് ആ സുരേഷ് ഗോപി മോഹൻലാലും മറ്റേ കൂടെ ഒരാളല്ലേ ആ ഷോപ്പിന് ഡാൻസ് ചെയ്യുന്നത് നോക്കുന്ന സീനാണ്. ഓക്കെ. ആ ഷോപ്പിന് ഡാൻസിന് ആ റൂം അല്ലേ? ഇതിൽ കൂടെയാണ് അവർ മൂന്ന് ഫോട്ടോ കൂടെ നോക്കുന്നത്. മോഹൻലാൽ നിന്നത് ഏത് സ്ഥലമാണ്? സെന്ററാണോ? നോക്കിയിട്ടാണ് അവർ ഓടിപ്പോയി താഴെ പോകുന്നത്. അതെ അതെ, ഓക്കെ, കറക്റ്റ് ഇതുണ്ടോ? ഓക്കെ, ശരിക്കും ഇതെന്താണ് ഇരിക്കുന്ന സ്ഥലമുണ്ട് അല്ലേ? ഇരിക്കുന്നത് നോക്കാനും. അതെ, എന്താ നോക്കിയോ, ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വരിക്ക് കിടക്കടോ. ഇത് ഏത്? അത് അതെ, ഒരു അമ്പല സെറ്റപ്പ് ഉണ്ട്. എന്താ പാലസ് എന്ന് പറയും, രക്ഷയില്ലാത്ത പാലസ് കേട്ടോ. സൂപ്പർ. അത് കണ്ടോ, വ്യൂ കണ്ടോ? നമ്മുടെ നാട്ടിലൊരു പൊട്ടന്മാരെ കാര്യങ്ങളില്ലേ എഴുതി വെച്ചാൽ ഈ സഞ്ചാസ് എന്നൊക്കെ എന്തുമാതിരി ഊളായിരിക്കും അല്ലേ? ഇതവിടെ കൊന്നിട്ട് എഴുതി വെക്കണേ. അതാണ് അതൊരു നമ്മൾ താഴെ എത്തി തോന്നല്ലേ അജയ്ക്ക്? ഇതിന്റെ ഫിനിഷിങ് കണ്ടോ, ക്രീമി ആയിട്ടുണ്ട് കേട്ടോ. എന്താ ഫിനിഷിങ് നോക്കിയല്ലേ, ഒരു രക്ഷയില്ല. അതോടെ എന്താ ഫിനിഷിങ് കണ്ടോ ആ കാലഘട്ടത്തില്. ഈ സഞ്ജയ് എഴുതിയവൻ ജീവിച്ചിരിക്കണമെന്നാവോ? ജീവിച്ചിരിക്കണേല്ലോ, അവനെപ്പോലെ ഉള്ള ലോകത്തുണ്ടാവില്ല കേട്ടോ. ഫുൾ ചുമല്ല അവൻ്റെ പേര് എഴുതി വെച്ചേക്കണേ, സഞ്ജയ്. ഈ അമ്പലം ഉണ്ടോ അത്? എന്ത് ഫിനിഷിങ് അല്ലേ, ഞാൻ പറഞ്ഞില്ലേ. ഇതൊക്കെ ഇരിക്കുന്ന സ്ഥലം കേട്ടോ, അതൊക്കെ അറകളാ. ഇതല്ലേ ഡോറ് പോലെ തുറക്കാനുള്ളത്. ഓ, ജെകെയുടെ പേര് ജെകെയുടെ ശിഷ്യ എന്ന് എഴുതി പോയതുകൊണ്ട്. ഓക്കെ, ഭയങ്കര സോഫ്റ്റ് ചില ഭാഗം. വിറ്റ് എന്താ വെച്ചാലേ ഇത്ര വലിയ പാലസിന് തൊട്ട് മുന്നിൽ അല്ലേ കോൾഡ് സ്റ്റോറൊക്കെയാ, പലചരക്ക് കടയൊക്കെയാണ്. ശരിക്കും ഒരു മിനിമം ഒരു 30 സെൻറ്റോ അല്ലെങ്കിൽ ഒരു 10 സെൻറ്റെങ്കിലും ഒരു ബഫർ വിട്ടിട്ട് ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നാം. നോക്കി ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ഫീലും പുറത്തെ ഫീലും കണ്ടോ, കോമഡി ആയിട്ടില്ലേ? എന്തായാലും ആ വീട്ടിലെ ആൾക്കാർക്കൊക്കെ പറയുന്നുണ്ടാവും ഞാൻ രാജാവിൻ്റെ വീട്ടിൻ്റെ തൊട്ട വീടാന്ന് അല്ലേ ജെകെ? എൻ്റെ വീട് രാജാവിൻ്റെ തൊട്ട വീടാന്ന് പറയും. ദി റോയൽ ഓഫീസ് എന്തായാലും 1.5 പാലസ് തന്നെ അല്ലേ? അടിപൊളി. കഴിഞ്ഞോ സംഭവം? കഴിഞ്ഞോ? ഇനിയുണ്ട് കാണാൻ? ഇപ്പോഴായിട്ട് ഒരു കാര്യം മനസ്സിലായത്, ഇതിങ്ങനെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ പബ്ലിക്കിന് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ലോക്കൽസൊക്കെ ഇവിടെ രാജാവിനെ കണ്ടിട്ട് പറയണമല്ലോ, അതിൻ്റെ സൗകര്യമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആൾക്കാരൊക്കെ ഇവിടെയൊക്കെ വന്ന് ജനങ്ങൾ നിൽക്കും. ഇപ്പോൾ രാജാവ് ഇവിടെയൊക്കെ ഇരുന്നിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും സെറ്റപ്പ് ആയിരിക്കും. രാജാവോ അല്ലെങ്കിൽ അതിൻ്റെ അഡ്മിൻ ടീം എന്തെങ്കിലും ആയിരിക്കാം, ഓഫീസിലെ ആൾക്കാർ എന്തെങ്കിലും ആയിരിക്കാം. അവർ ഇതൊക്കെ കേട്ടിട്ട് പരാതി എഴുതിയെടുക്കുന്ന സെറ്റപ്പ്. പിന്നെ കിങ് സിറ്റിംഗ് ഏരിയ അപ്പുറത്താണ്, രാജാവ് ഇതാണ്. അപ്പോൾ ഞാൻ നടന്നു വരുന്ന പോലെ ഇങ്ങനെ നടന്നു വരും. ഒരു വരവേണ്ട വന്നിട്ട് കയറിയിട്ടുണ്ടല്ലോ, ഞാൻ ഇപ്പോൾ ചവിട്ടി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മൾ നോയൻ്റെ എഴുതിയിട്ടുണ്ട്. ഇതാണ് രാജാവിന് 2 ആനയൊക്കെ കൊടുത്ത് ഇതിൽ കയറി അവിടെ പോയി നിൽക്കുക ചെയ്യുക, ഇരിക്കുമല്ലോ, ചെയറിട്ടിരിക്കും. രാജാവിനോട് ചെയറുണ്ടാവും. അവിടെയൊക്കെ അവരുടെ മറ്റേ സ്റ്റാഫും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ചെയ്യായിരിക്കും. രാജാവ് ഈ ഡോറ് തുറന്നിട്ട് 360 അല്ല 180 ഡിഗ്രിയിൽ ആംഗിളിൽ ഇത് ചെയ്തിട്ടില്ല കേട്ടോ. ഏത് വിൻഡോ കൂടിയും കാണാൻ പറ്റും. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഡോറ് ലോക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സെറ്റപ്പാണ്. ഓക്കെ, കൊള്ളാമല്ലേ? അവിടെ ഇതിൻ്റെല്ലോ അമ്പാരി മുഖപ്പ് മഹാരാജാക്കന്മാർ ഉത്സവ ദിവസങ്ങളിൽ തേരോട്ടം വീക്ഷിച്ചിരുന്നതും പെയിൻറ്റിങ് ഹാൾ കേട്ടോ.
പഴയ പെയിന്റിംഗ് ആണ്. പണ്ട് രാജാവിൻ്റെ ഒരു സ്റ്റൈൽ ഇങ്ങനെയൊക്കെ ആയിരുന്നുണ്ടാവും കേട്ടോ. യുദ്ധം നടന്നതിനൊക്കെയാണ് കാണിക്കുന്നത് കണ്ടോ. യുദ്ധം നടക്കുന്ന സമയത്ത് ആൾക്കാരെ കൊണ്ടുപോകുന്നതും. ടിപ്പു ഡിഫീറ്റ് അറ്റ് ദി ട്രാവൻകൂർ ലൈൻസ്. കൊച്ചി വരെ വന്ന് തിരിച്ച് ഇത് ആര് വരച്ചപ്പോ വരച്ചാണ്? ആ ഇമാജിനേഷൻ ചെയ്ത് വരച്ച കാര്യമല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ. അത് ഏത് കാലഘട്ടത്തിലാണ് ചേച്ചി വരച്ചത്? അത്രേ ഉള്ളൂ. ഇത് 100 കൊല്ലം പഴക്കമുള്ള പെയിൻറ്റിങ് കേട്ടോ. ഒരുപാട് പഴയതാണ് ആദ്യം കരുതി. ഇവിടുത്തെ ഈ ഒരു കൾച്ചറും ഇവിടുത്തെ ഒരു ട്രഡീഷണൽ കാര്യങ്ങളൊക്കെ ഇമാജിനേഷൻ ചെയ്തിട്ട് വരച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒരു ഇമാജിനേഷൻ്റെ ഇതിനനുസരിച്ച് ഇത് പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ ഇതാണ്ടോ. ഇതാണ് മുഖം കണ്ടില്ലേ. ഇത് മുഖം, വയറിൻ്റെ ഭാഗം കാണേണ്ട നോക്കല്ലേ. നോട്ടെ കാണിത്തിലേ കാണുള്ളൂ. രാജാവിനെ കാണാൻ ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ താമസിക്കുന്ന റൂമായിരുന്നു അത് കേട്ടോ. എൻ്റെ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റൈലിൽ കണ്ടില്ലേ, വിൻഡോസും ഡോർസും ഒക്കെ ഒരു സിമ്പിളായിട്ട്. ഇത് തന്നെ ഭയങ്കര വലിയ ഹ്യൂജ് ആയിട്ടൊരു ഭയങ്കര സൈസ് കേട്ടോ. ഡോറിൻ്റെ കട്ട്ലയുടെ ഒക്കെ ഒരു ഡിസൈൻ കാണില്ലേ, ഭയങ്കര വലിയൊരു കട്ട്ല. ഈ ഡോറിൻ്റെ പീസ് തുറന്ന് പോയിട്ട് കറക്റ്റ് ഇതിനെ അലൈൻ ചെയ്ത് നിൽക്കണ പോലെ ഷേപ്പിലാണ് ഇതിനെ വെട്ടിയിട്ടില്ല കേട്ടോ. നൈസ് കേട്ടോ. എഴുതിയിട്ടുണ്ട് അല്ലേ, ഇന്ദ്രവിലാസം. ഇവിടെ തന്നെ വ്യൂ സൂപ്പറാണ്. ഗസ്റ്റൊക്കെ വന്ന് അവിടേക്ക് നിന്നുണ്ടാവും. നിന്നിട്ട് ഇങ്ങനെ ഒരു നോക്കിയിട്ടുണ്ടാവും ആൾക്കാർ, ഫോറിനേഴ്സ് ഒക്കെ വരുമ്പോഴേ. പുറമല്ല ജെ കെ സേ ഹായ് മാൻ. ഓക്കെ. ഇത് പണ്ടത്തെ അത് കിടന്ന കട്ടിലായിരിക്കും. ഗസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉപയോഗിക്കുന്ന റൂമാണ് ഇപ്പോൾ കണ്ടത്. ഇത് അവർ ടോയ്ലറ്റ് കേട്ടോ. എന്താ നോക്കി ചാരി ഇരിക്കാനുള്ള ഒരു സെറ്റപ്പ് വരെ ഉണ്ട്. ഒന്നും ബോർഡൊന്നും എഴുതാത്തതുകൊണ്ട് ഞാൻ ഇരുന്ന് നോക്കുന്നുണ്ട് കേട്ടോ. ഓ മാൻ സൂപ്പർ. അതൊക്കെ ചാരി ഇരുന്നിട്ട് അപ്പിടോ. എന്താ സെറ്റപ്പ് അല്ലേ, നൈസ് കേട്ടോ. ഇന്നത്തെ കാലത്ത് പോലെ ഇങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഞാനിന്ന് വെറുതെ ഇരുന്ന് നോക്കിട്ടോ. അതിൽ ഒന്നും പറയല്ല. ഇന്നത്തെ കാലത്ത് പോലും ഇത്ര സൗകര്യമില്ല. നമുക്ക് ചാരി ഇരിക്കാം. ഫുൾ സപ്പോർട്ട് ബാക്കിലിട്ട് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാവുന്ന രീതിയിലാണ് ടോയ്ലറ്റ് പോലും ഉള്ളത്. മേ ബി ഇത് പുറത്തുള്ള ഡിസൈൻ ആയിരിക്കും കേട്ടോ. എന്തായാലും കൊള്ളാം, അടിപൊളി. ഞാൻ ഇരുന്ന് നോക്കി എക്സ്പീരിയൻസ് ചെയ്തിട്ട് പറയാം. ഇത്രയും സൂപ്പറായിട്ടുണ്ട്. ഇനി നമ്മൾ താഴത്തേക്ക് ഇറങ്ങാണ്. പാലസ് കഴിഞ്ഞു അല്ല, ഒരുപാട് കണ്ടു. നല്ല വലിയ പാലസ് തന്നെയാണ്. ഈ രാജാവിൻ്റെ റൂമും രാജാവിൻ്റെ ബെഡും കട്ടിലാണ് എനിക്ക് ഏറ്റവും വലിയ സംഭവം തോന്നിയത്. ആ കട്ടിലെ ഡിസൈൻ കിട്ടിയ ഡിസൈനാണ്. ഇതല്ലേ നമ്മുടെ ഇതെന്താ ചേട്ടാ സംഭവം? വിസിറ്റിംഗ് ഏരിയ. ഇതും വേറൊരു പോർച്ചുഗീസ് ഫ്രഞ്ചിൻ്റെ ഒക്കെ ഒരു കൺസെപ്റ്റിലാണ് കേട്ടോ ഇതുള്ളത്. മേ ബി ടൂറിസ്റ്റൊക്കെ വരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ചെയ്തായിരിക്കാം. കണ്ടോ ചായ ഇട്ടോടെ. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ ഈ പുള്ളി നമ്മൾ വ്ളോഗറാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ ഇപ്പോൾ പറയുക, ആകെ 4000 സബ്സ്ക്രൈബേഴ്സിൽ ഞാൻ വ്ളോഗർ എന്താ ഓർഡർ. അപ്പോൾ എന്തായാലും എൻ്റെ സബ്സ്ക്രൈബർ ആവാൻ പോകണം പുള്ളി. ഓപ്പൺ ചെയ്യും. ഇതിനകത്ത് കൊള്ളാട്ടോ. ഇത് ഒരു ഫ്രഞ്ച് സ്റ്റൈലാണല്ലോ. ഫ്രഞ്ച് ആ ഒരു സ്ഥലത്തൊക്കെ ഒരു കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. DAS വന്നല്ലേ. യെസ്, നമ്മുടെ മെയിൻ വണ്ടി പിന്നെ യാത്ര, മെയിൻ വണ്ടി ജീപ്പ് ബൊലേറോ ട്രിപ്പ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. ഓൾമോസ്റ്റ് ഈ ഒരു ഏരിയ കവർ ചെയ്തു. ഇനിയുണ്ടെന്ന് പറഞ്ഞത് പകുതി ആയിട്ടുള്ളതെന്നോ പറഞ്ഞത്. ഇപ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ പാലസ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ഒന്നും പറയില്ല. റിവ്യൂ കണ്ടോ, എന്താ രസം നോക്കിയാൽ. ഇവിടെയൊക്കെ ആൾക്കാർ നിന്നിട്ട് കാഴ്ച കാണുന്ന സ്ഥലങ്ങളും പിന്നെ വിസിറ്റേഴ്സ് ഇവിടെ ഇരിക്കാനും നല്ല വൈഡായിട്ടുള്ള സ്പേസാണ്. സീലിംഗ് ഒക്കെ നല്ല ഹൈറ്റ്, ഡോർസൊക്കെ ഭയങ്കര ഹ്യൂജ്. ഒരു കൺജഷനെ ഫീൽ ചെയ്യില്ല. നല്ലൊരു സുഖം കിട്ടും ഇവിടെ ഇരിക്കുമ്പോൾ.
അപ്പോൾ നമ്മൾ പാലസ് കണ്ടിട്ട് ഇവിടെ നിന്ന് ഇനി പോവാണ് കേട്ടോ. ഇനി അടുത്ത സൈഡിലേക്ക് പോവാം. ഇപ്പോൾ പകുതി ആയിട്ടേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എത്ര കണ്ടു എന്ന് പറയാം നമ്മൾ. അപ്പോൾ അത്രയും ഹ്യൂജ് പാലസാണ് കേട്ടോ ഇത്. കാണേണ്ട സ്ഥലം തന്നെ. എന്തായാലും ഫാമിലീസൊക്കെ ആയിട്ട് വന്നിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ പത്മനാഭപുരം പാലസ് പോയപ്പോൾ കണ്ട കാഴ്ചകൾ. ഇത് ഞങ്ങൾ പകുതി ഭാഗമേ കവർ ചെയ്തിട്ടുള്ളൂ. അത്രമാത്രം കാണേണ്ട അവിടെ. ഇതിൻ്റെ ബാക്കി പോർഷൻ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് മൈ ഗൈസ്. ഇവിടുത്തെ ആ ദേവി ഇതുവഴി വന്നിട്ട് പൂജ കഴിഞ്ഞ് പോകുമ്പോൾ പൂജയുടെ പുറകെ വന്ന് ഇവിടുന്ന് പുകയായി അങ്ങോട്ട് പാസ് ചെയ്തു എന്നുള്ളത് ഈ ക്യാമറ റെക്കോർഡ് ചെയ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും മിസ്റ്ററി ആയിട്ടുള്ളൊരു കാര്യം, ഇത്രയും വലിയ കൊട്ടാരം, ഈ കാണുന്ന കാര്യങ്ങളെല്ലാം ആണ്ട് ഭരിച്ചിരുന്നാലാണ് ഈ മാർത്താണ്ഡവർമ്മ പറഞ്ഞ രാജാവ്. ആൾ മരണപ്പെട്ടതിൻ്റെയോ ആൾ മരിച്ചതിന് ശേഷം അയാൾ എവിടെ അടക്കി എന്നുള്ളതോ അങ്ങനത്തെ ഒരു ഇൻഫർമേഷനും ഇല്ല കേട്ടോ. ചേച്ചിനെ കണ്ട വഴിക്ക് വേഗം ചാടി പറഞ്ഞു തന്നെ ഇതാണ് ആ കല്ലെന്ന്. എനിക്കൊന്ന് എടുത്ത് നോക്കാൻ പാടുമോ?